ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പെട്ട പ്രണാമം. എല്ലാവർക്കും ബ്രഹ്മഗീതാ പാഠത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രഹ്മഗീതയിലെ 3-ാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ്. ഈ പാഠത്തിന്റെ പേര് മാതാവും പിതാവും എന്നാണ്. ബൈബിളിലെ 10 കൽപ്പനയെ അടിസ്ഥാനമാക്കി നമുക്ക് മാതാവിനെയും പിതാവിനെയും എങ്ങനെ കാണണമെന്ന് നോക്കാം. ബൈബിളിൽ 10 കൽപ്പനയിലെ 7-ാമത്തെ കൽപ്പനയാണ് നീ നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നത്. ഇത് തന്നെ നമ്മുടെ സനാതന ധർമ്മത്തിലെ മാതാപിതാ ഗുരുദൈവം എന്ന് പറയുന്ന മാതാവും പിതാവും കാണപ്പെട്ട ദൈവങ്ങളാണ് നമ്മൾ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലെ പുരാതന കാലം തൊട്ടേ വിശ്വസിച്ചു പോരുന്നു. പക്ഷെ ഇന്ന് ഇതിനെല്ലാം മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് ഈ മൂല്യം, ഇതൊരു മൂല്യമാണ്. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക, സ്നേഹിക്കുക, അവരെ സംരക്ഷിക്കുക എന്നതിനൊക്കെ ച്യുതി സംഭവിച്ചു. അതായത് ഇന്നിപ്പം ആളുകൾ അമ്മയും അച്ഛനെ നോക്കാത്ത ഒരു കാലത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മാതാവിനെ ആദ്യത്തെ ദൈവം എന്ന് പറയാൻ കാരണം മാതാവാണല്ലോ നമ്മളെ 280 ദിവസം വയറ്റിൽ ചുമക്കുകയും അതിനുശേഷം കഠിനമായ വേദനയോടുകൂടി പ്രസവിക്കുകയും ചെയ്യുന്നത്. അപ്പൊ മാതാവിന് തന്നെയാണ് 1-ാമത്തെ സ്ഥാനം. പിതാവ് എന്ന് പറഞ്ഞ ബീജദാതാവാണ്. മാതാവിൽ ബീജം നിക്ഷേപിച്ചതിന് ശേഷം കാര്യമായ റോളുകളൊന്നും പിതാവിനില്ല. അതുകൊണ്ട് പിതാവിനെ 2-ാമത്തെ കാണപ്പെട്ട ദൈവമായിട്ട് നാം കണക്കാക്കുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും നമ്മൾക്ക് ഭൂമിയിൽ വരാൻ അവസരം ഒരുക്കിയവരാണ്. അതുകൊണ്ട് ഇവരെ നമ്മൾ തീർച്ചയായിട്ടും സംരക്ഷിക്കണം, അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കുന്നത് സത്യം തന്നെയാണ്. പക്ഷെ ഇവിടെ ഞാൻ അല്ലെങ്കിൽ ടീച്ചർ ഒരു അനുഭവം പറയുകയാണ്. ടീച്ചറിന്റെ അച്ഛനും അമ്മയും പണ്ടുതൊട്ടേ വേർപിരിഞ്ഞവരാണ്. അതായത് അമ്മയുടെ 6-ാം മാസം ഗർഭകാലം നടന്ന സമയത്ത് തന്നെ രാമൻ എന്ന് പറഞ്ഞ അച്ഛൻ സീതയെ ഉപേക്ഷിച്ച പോലെ ടീച്ചറിന്റെ അമ്മയെ ഉപേക്ഷിച്ചു പോയതാണ്. അതിനുശേഷം ടീച്ചറിന് 1.5 വയസ്സായപ്പോഴത്തേക്കിനും അച്ഛൻ ഡൈവോഴ്സായി വേറെ കല്യാണം കഴിക്കുകയും ചെയ്തു. പിന്നീട് അമ്മ ടീച്ചറിന് 10 വയസ്സുള്ളപ്പോൾ 2ാം വിവാഹം ചെയ്തു പോയി. അങ്ങനെ മാതാപിതാക്കളുടെ സ്നേഹവും ഒട്ടും അറിഞ്ഞിട്ടില്ല. അമ്മയുടെ സ്നേഹം കുറച്ചൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അച്ഛന്റെ സ്നേഹം എന്താണെന്ന് ടീച്ചറിന് സ്വപ്നത്തിൽ പോലും ഒരു അറിവുമില്ല. പക്ഷെ ഓർമ്മയ കാലം തൊട്ട് ഭഗവാനെ തന്നെ, നാരായണനെ തന്നെ അച്ഛനായിട്ടാണ് ടീച്ചർ കരുതി പോകുന്നത്. ഇന്നും അത് തന്നെയാണ്. അപ്പം അത് കാരണം ഇങ്ങനെ അവര് വേർപെടുകയും അവര് വേറെ പോയി അവരുടെ ജീവിതം കണ്ടെത്തുകയും ചെയ്തത് കാരണം ടീച്ചറിന് അവരെ ഒരിക്കലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ സാധിച്ചില്ല. അച്ഛനെ ഒട്ടും സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല. അച്ഛനെ കണ്ടിട്ട് തന്നെ വളരെ അപൂർവമായ ദിവസങ്ങൾ, ജീവിതത്തിൽ ഒരു 10 തവണ തന്നെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഇവിടെ ബസ് സ്റ്റോപ്പിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. അച്ഛന് ഒരു അധ്യാപകനായിരുന്നു, ഹെഡ് മാസ്റ്റർ ആയിട്ടാണ് റിട്ടയർഡ് ചെയ്ത്. അവിടെ അച്ഛൻ പോകുന്ന വഴിക്കൊക്കെ നിന്ന് ഞാൻ അച്ഛനെ കണ്ടിട്ടുണ്ട്. അച്ഛൻ പോകുന്ന ബസ്സിൽ കയറി അച്ഛനെ നോക്കി നിന്നിട്ടുണ്ട്. അങ്ങനെ 1-2 തവണ മാത്രമേ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു ടീച്ചറിൻ്റെ. അത് ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും പിൽക്കാലത്ത് ഈ ഒരു യോഗാവസ്ഥയിൽ എത്തിച്ചേരാൻ ഭഗവാൻ അനുഗ്രഹിച്ചത്. എന്നിരുന്നാലും ഇവിടെ ടീച്ചറിന് പറയാനുള്ളത്, ടീച്ചറിന്റെ സംഭവം അല്ലെങ്കിൽ ജീവിതം അങ്ങനെ ആയിപ്പോയിക്കോട്ടെ, എന്നിരുന്നാലും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവരെ സംരക്ഷിക്കേണ്ടത് ഒരു പുത്രൻ അഥവാ പുത്രിയുടെ ധർമ്മമാണ്, കർമ്മമാണ്. ഇതാണ് ഇന്നത്തെ പാഠം. നന്ദി, നമസ്കാരം.